ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് പൂരം. യെസ്, ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മാഡ്നസ് ഇൻ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. 15 പന്തുകളിൽ 43 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ടാണ് സഞ്ജു ക്യാപ്റ്റൻ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. കേരളം 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം ഛത്തീസ്ഗഡിനെതിരെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഛത്തീസ്ഗഡ് 120 റൺസ് മാത്രമായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെറും 10.4 ഓവറിൽ 121 റൺസ് വിജയലക്ഷ്യം മറികടക്കുന്ന കേരളം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻ സഞ്ജു 15 പന്തുകളിൽ 43 റൺസിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. അതേപോലെ രോഹൻ കുന്നുമലും 17 പന്തിൽ 33 റൺസ് എടുത്ത് കേരളത്തെ അനായാസ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയായിരുന്നു. സൽമാൻ നിസാർ 16 റൺസും വിഷ്ണു വിനോദ് 22 റൺസും എടുത്തുകൊണ്ട് പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി 41 പന്തുകളിൽ 51 റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു സാംസണിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ആയിരുന്നില്ല അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ദ റിയൽ സഞ്ജു സാംസൺ ഇസ് ബാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു നടത്തിയിട്ടുണ്ടായിരുന്നതും. 2 ഫോറുകളും 3 സിക്സറുകളും സഹിതം 286 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു സാംസൺ പൊളിച്ചെടുക്കുകയായിരുന്നു. കെ എം ആസിഫ് 3 വിക്കറ്റുകൾ കേരളത്തിന് വേണ്ടി വീഴ്ത്തിയപ്പോൾ കേരളത്തിനായിട്ടുള്ള തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിഘ്നേഷ് പുത്തൂർ 2 വിക്കറ്റും അതേപോലെ തന്നെ അങ്കിത് ശർമ്മയും 2 വിക്കറ്റുകളും വീഴ്ത്തിക്കൊണ്ട് കേരളത്തിന്റെ ബൗളിംഗ് പ്രകടനത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.